ഫൈൻ ബിൽഡേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ നിന്ന് 6 കിലോമീറ്റർ മാറി പുളിയറക്കോണത്താണ്. ഇവിടെ 4 സെന്റിൽ 2000 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളുള്ള ഒരു ലക്ഷറി വീട് വിൽപ്പനയ്ക്കായി വന്നിട്ടുണ്ട്. മെയിൻ റോഡിൽ നിന്നും 100 മീറ്റർ മാത്രമാണ് വീട്ടിലേക്കുള്ള ദൂരം. വീടിന് ചോദിക്കുന്ന വില 98 ലക്ഷം രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. നമുക്ക് ഈ വീടിന്റെ കാഴ്ചകൾ കണ്ടുവരാം. GI സ്ക്വയർ ട്യൂബിൽ ബ്ലാക്ക് കളർ നൽകിയിട്ടാണ് ഇവിടുത്തെ ഗേറ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ WPCയുടെ വുഡൻ പാറ്റേണിലുള്ള ഒരു ഷീറ്റും കൂടി നൽകിയിട്ടുണ്ട്. ഒരു സൈഡിലേക്ക് ഫോൾഡ് ചെയ്യാനും ഒരു സൈഡിലേക്ക് സ്ലൈഡ് ചെയ്യാനും തരത്തിലുള്ള ഗേറ്റാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. കോമ്പൗണ്ടിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ മുറ്റം മുഴുവനും നമുക്ക് ഇന്റർലോക്കാണ് നൽകിയിരിക്കുന്നത്. ബ്ലാക്ക് കളറാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആർട്ടിഫിഷ്യൽ ഗ്രാസ് അവൈലബിൾ ആണ്. നമുക്ക് ഇവിടെയായിട്ടാണ് ഓപ്പൺ കാറിന്റെ ഒരു സ്പേസ് വരുന്നത്. അതിനോട് ചേർന്ന് തന്നെ നമുക്കൊരു ഗാർഡൻ ഏരിയ നൽകിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു വാളിൽ നമുക്ക് സ്റ്റോൺ ആണ് നൽകിയിരിക്കുന്നത്. അതിനോട് ഒപ്പം തന്നെ ഒരു 3 പാളിയുള്ള വിൻഡോ നൽകിയിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് നമുക്ക് ക്ലോസ്ഡ് കാർ പോർച്ച് വരുന്നത്. ഇവിടെ ആയിട്ട് നമുക്ക് ബൈക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസും ലഭ്യമാണ്. നമുക്ക് ഇനി ഈ ഒരു വാളിലൊക്കെ സിറ്റൗട്ടിന്റെ വാളിലൊക്കെ തന്നെ നമുക്ക് ക്ലാഡിംഗ് വർക്ക് നൽകിയിട്ടുണ്ട്. സിറ്റൗട്ടിലേക്ക് വരുമ്പോൾ സ്റ്റെപ്പിനും സിറ്റൗട്ടിന്റെ ഉള്ളിലെല്ലാം തന്നെ നമുക്ക് ഗ്രാനൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ആയിട്ട് നമുക്കൊരു 2 പാളി ഫ്രഞ്ച് വിൻഡോ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കിവിടെ സീലിംഗ് വർക്കും അതുപോലെ തന്നെ ഹാങ്ങിങ് ലൈറ്റും നൽകിയിട്ടുണ്ട്. ഇവിടെയും നമുക്ക് ക്ലാഡിംഗ് വർക്ക് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചെറിയൊരു ഫാൻ നമുക്ക് നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ ഡോറിൽ വരുമ്പോൾ തേക്കാണ് മെയിൻ ഡോർ നൽകിയിരിക്കുന്നത്. ഇവിടുത്തെ ബാക്കിയുള്ള തടികളെല്ലാം ആഞ്ഞിലിയും മഹാഗണിയാണ് നൽകിയിരിക്കുന്നത്. നമുക്കിനി വീടിന്റെ ഉള്ളിലെ കാഴ്ചകൾ കണ്ടുവരാം. വീടിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ ലിവിങ്ങും ഡൈനിങ്ങും സെപ്പറേറ്റഡ് ആയിട്ടാണ് നൽകിയിരിക്കുന്നത്. ലിവിങ്ങിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ 160/80 സൈസിലുള്ള വെട്രിഫൈഡ് ടൈലാണ് ഫ്ലോറിന് നൽകിയിരിക്കുന്നത്. 15x13 ലിവിങ്ങിന്റെ സൈസ് വരുന്നത്. നമുക്ക് ഈ ഒരു 2 വാളിലും 2 വിൻഡോ നൽകിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ബ്ലൈൻഡ്സും നമുക്ക് അവൈലബിൾ ആണ്. ഇവിടെ നമുക്ക് മുഴുവനായിട്ടും സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്കിവിടെ ഒരു ഫാനും അവൈലബിൾ ആണ്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ നാച്ചുറൽ സ്റ്റോണിലുള്ള ക്ലാഡിംഗ് വർക്കാണ് നൽകിയിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ പ്ലാന്റിങ്ങും നൽകിയിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് നമുക്ക് വിശാലമായിട്ടുള്ള TV യൂണിറ്റ് വരുന്നത്. നമുക്കിവിടെ ഇന്റീരിയർ മുഴുവനായിട്ടും തടിയിലാണ് ചെയ്തേക്കുന്നത്. ഇതും നമുക്ക് തടിയിൽ ലാമിനേഷൻ ബോർഡിലാണ് ചെയ്തേക്കുന്നത്. ഇവിടെ ആയിട്ട് നമുക്ക് WPCയുടെ പാനലിങ്ങും നൽകിയിട്ടുണ്ട്. നമുക്കിനി ഡൈനിങ്ങിലെ കാഴ്ചകൾ കണ്ടുവരാം. ഡൈനിങ്ങും ലിവിങ്ങും സെപ്പറേറ്റ് ചെയ്യുന്ന സ്ഥലത്തായിട്ട് നമുക്ക് 2 വെൽക്കം ലൈറ്റ് നൽകിയിട്ടുണ്ട്. ഡൈനിങ്ങിന്റെ വശത്തുകൂടെയാണ് നമുക്ക് അപ്സ്റ്റെയറിലേക്കുള്ള സ്റ്റെയർ കേസ് നൽകിയിരിക്കുന്നത്. അതിന്റെ അടിയിലായിട്ടാണ് നമുക്ക് ഇൻവെർട്ടറിന്റെ പ്രൊവിഷൻ വരുന്നത്. ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് ഇവിടുത്തെ വാഷിംഗ് യൂണിറ്റ് വരുന്നത്. ജാഗ്വാർ ആണ് ഫിറ്റിംഗ്സ് നൽകിയിരിക്കുന്നത്. ഒരു ലൈറ്റിംഗ് ഉള്ള മിറർ നൽകിയിട്ടുണ്ട്. ടേബിൾ ടോപ്പാണ് വരുന്നത്. നമുക്കിനി ഡൈനിങ്ങിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ 160/80 സൈസിലുള്ള വെട്രിഫൈഡ് ടൈൽ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 15x10 ഡൈനിങ്ങിന്റെ സൈസ് വരുന്നത്. നമുക്ക് ഇവിടെയും 2 വാളിലും 2 വിൻഡോ നൽകിയിട്ടുണ്ട്. ബ്ലൈൻഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇവിടെ നമുക്ക് മുഴുവനായിട്ട് സീലിംഗ് വർക്ക് നൽകിയിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ BLDCയുടെ ഒരു ഫാന് നൽകിയിട്ടുണ്ട്. നമുക്കിനി ഇവിടുത്തെ ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സ് വരുമ്പോൾ പോളി ക്യാബാണ് സ്വിച്ചസ് വരുന്നത്. അതുപോലെ തന്നെ ഹാവൽസിന്റെ DB ബോക്സ് ഒക്കെയാണ് ഇവിടെ വരുന്നത്. ഇനി നമുക്കിവിടെ ഒരു ഓപ്പൺ കിച്ചനാണ് നൽകിയിരിക്കുന്നത്. നമുക്കിനി കിച്ചന്റെ ഉള്ളിലെ കാഴ്ചകളാണ് വരാം. കിച്ചന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ആയിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. അതിന്റെ മുകളിലായിട്ട് നമുക്ക് ഒരു 3 ഹാങ്ങിങ് ലൈറ്റ് അവൈലബിൾ ആണ്. കിച്ചന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ 12x8 കിച്ചന്റെ സൈസ് വരുന്നത്. 4x2 ആന്റി സ്കിഡിംഗ് ടൈലാണ് ഫ്ലോറിന് നൽകിയിരിക്കുന്നത്. നമുക്കിവിടെ കൗണ്ടർ ടോപ്പ് വരുന്നത് ഗ്രാനൈറ്റ് ടൈലാണ് കൗണ്ടർ ടോപ്പ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ മുഴുവനായിട്ട് നമുക്കിവിടെ സ്റ്റോറേജ് നൽകിയിട്ടുണ്ട്. മുഴുവൻ ഇന്റീരിയർ വർക്കും നമുക്ക് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ടൊരു ടോൾ യൂണിറ്റ് നൽകിയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ 3 ബർണർ വരുന്ന ഒരു ഗ്യാസ് സ്റ്റവ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രസ്റ്റീജിന്റെ ഒരു ചിമ്മിനി നമുക്കിവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് BLDCയുടെ ഒരു ഫാന് നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് ഫ്രിഡ്ജ് വെക്കാനുള്ള ഒരു പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. നമുക്കിനി കിച്ചണിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ നമുക്കിവിടെ വർക്ക് ഏരിയ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കിണറാണ് നമുക്ക് ഇവിടുത്തെ പ്രധാന വാട്ടർ സോഴ്സ് വരുന്നത്. വാട്ടർ കണക്ഷനും നമുക്ക് അവൈലബിൾ ആണ്. നമുക്കിനി ബെഡ്റൂമുകളിലെ കാഴ്ചകൾ കണ്ടുവരാം. നേരത്തെ പറഞ്ഞതുപോലെ നമുക്കിവിടെ 4 ബെഡ്റൂമുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ 1 താഴത്തെ നിലയിലും ബാക്കി 3 മുകളിലത്തെ നിലയിലുമാണ്. ആദ്യത്തെ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ 160/80 സൈസിലുള്ള വെട്രിഫൈഡ് ടൈൽ തന്നെയാണ് നൽകിയിരിക്കുന്നത്. 13x11 ബെഡ്റൂമിന്റെ സൈസ് വരുന്നത്. നമുക്ക് ഈ 2 വാളിലും 2 വിൻഡോ അവൈലബിൾ ആണ്. ഇവിടെയും നമുക്ക് ബ്ലൈൻഡ്സ് നൽകിയിട്ടുണ്ട്. ഇവിടെയും നമുക്ക് മുഴുവനായിട്ട് സീലിംഗ് വർക്ക് നൽകിയിട്ടുണ്ട്. നമുക്കിനി ഇവിടെ ആയിട്ടാണ് വാർഡ്രോബ് വരുന്നത്. 3 പാളി വാർഡ്രോബാണ് നൽകിയിരിക്കുന്നത്. വുഡിലാണ് മുഴുവനായിട്ടും ചെയ്തേക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ വാഷ്റൂമിലേക്ക് വരുമ്പോൾ സെറയാണ് നമുക്ക് ഇവിടെ ഫിറ്റിംഗ്സ് വരുന്നത്. ഡൈവേറ്റർ ആണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഹീറ്ററിന്റെ പോയിന്റ് നമുക്ക് അവൈലബിൾ ആണ്. 2x2 ആന്റി സ്കിഡിംഗ് ടൈലാണ് നമുക്ക് ഇവിടെ ഫ്ലോറിന് നൽകിയിരിക്കുന്നത്. ഇതേ രീതിയിൽ വേറെ കളർ പാറ്റേണിലാണ് ഈ വീട്ടിലെ
മുഴുവൻ വാഷ്റൂമുകളും ചെയ്തിരിക്കുന്നത്. നമുക്കിനി അപ്സ്റ്റെയറിലെ കാഴ്ചകളുണ്ട്. അപ്സ്റ്റെയറിലേക്കുള്ള സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ മുഴുവനായിട്ടും ഗ്രാനൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ഹാൻഡ് റെയിൽ വരുമ്പോൾ രണ്ട് വശത്തും നമുക്ക് ഹാൻഡ് റെയിൽ നൽകിയിട്ടുണ്ട്. വുഡിലാണ് ചെയ്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ടഫൻ ഗ്ലാസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. നമുക്ക് ഈ ഒരു വാള് ഡബിൾ ഹൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. അത് മുഴുവനും ടെക്സ്ചർ വർക്കാണ് നൽകിയിരിക്കുന്നത്. നമുക്കിനി ഇവിടെ പർഗോള നൽകിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഹാങ്ങിങ് ലൈറ്റ് നൽകിയിട്ടുണ്ട്. നമുക്കിനി ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ 160/80 സൈസിലുള്ള വെട്രിഫൈഡ് ടൈൽ തന്നെയാണ് ഫ്ലോറിന് നൽകിയിരിക്കുന്നത്. അപ്പോക്സി അവൈലബിൾ ആണ്. നമുക്ക് ഈ ഒരു വാളിൽ വിൻഡോ നൽകിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ബ്ലൈൻഡ്സ് അവൈലബിൾ ആണ്. ഇവിടെ ആയിട്ടാണ് നമുക്കൊരു TV യൂണിറ്റ് നൽകിയിട്ടുണ്ട്. ഇത് നമുക്ക് വുഡിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. അതിന്റെ വശത്തായിട്ട് നമുക്ക് WPCയുടെ ഒരു പാനലിംഗ് നൽകിയിട്ടുണ്ട്. നമുക്ക് ഇവിടെയും മുഴുവനായിട്ട് ഫോൾ സീലിംഗ് വർക്ക് നൽകിയിട്ടുണ്ട്. അതിലൊക്കെ തന്നെ പ്രൊഫൈൽ ലൈറ്റ് ഒക്കെ അവൈലബിൾ ആണ്. ഇവിടെയും നമുക്ക് BLDCയുടെ ഒരു ഫാൻ നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് വാഷിംഗ് മെഷീന് വേണ്ടിയിട്ടുള്ള ഏരിയ നൽകിയിരിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെ നമുക്ക് V-Guardന്റെ ഒരു DB ബോക്സ് ഫസ്റ്റ് ഫ്ലോറിലെ ഇലക്ട്രിക്കൽ കൺട്രോൾസിന് വേണ്ടി നൽകിയിട്ടുണ്ട്. നമുക്കിനി ബാൽക്കണിയിലെ കാഴ്ചകൾ കണ്ടുവരും. ബാൽക്കണിയിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ 160/80 സൈസിലുള്ള വെട്രിഫൈഡ് ടൈൽ തന്നെയാണ് നൽകിയിരിക്കുന്നത്. നമുക്ക് ഈ ഒരു രണ്ട് വാളിലും ക്ലാഡിംഗ് വർക്ക് അവൈലബിൾ ആണ്. ഇവിടെ ആയിട്ട് നമുക്ക് രണ്ട് വാളിയുള്ള ഒരു വിൻഡോ നൽകിയിട്ടുണ്ട്. ഇവിടെ ആയിട്ട് മുഴുവനായിട്ട് നമുക്ക് സീലിംഗ് വർക്ക് നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ ഭാഗത്തായിട്ട് ഒരു ഊഞ്ഞാല് നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാൽക്കണിയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ഓപ്പൺ ടെറസ് ഏരിയ നൽകിയിട്ടുണ്ട്. ഇവിടെ ആന്റി സ്കിഡിംഗ് ടെയിലാണ് ഇവിടെ ആയിട്ട് നൽകിയിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഹാൻഡ് റെയിലിന് GI സ്ക്വയർ ട്യൂബാണ് നൽകിയിരിക്കുന്നത്. അതിന്റെ താഴെയായിട്ട് ടഫൻ ഗ്ലാസ് ആണ് നൽകിയിരിക്കുന്നത്. നമുക്കിനി റൂഫ് ടോപ്പിലെ കാഴ്ചകളുണ്ട്. വീഡിയോയിൽ കാണുന്നത് പോലെ റൂഫ് ടോപ്പ് മുഴുവനായിട്ട് നമ്മൾ വാട്ടർ പ്രൂഫിംഗ് നൽകിയിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് നമുക്ക് രണ്ട് ടാങ്ക് വരുന്നത്. ഹൈറ്റിലാണ് ചെയ്തേക്കുന്നത്. 750ന്റെ രണ്ട് ടാങ്കാണ് നൽകിയിരിക്കുന്നത്. 3 ലെയർ ആണ് ടാങ്ക് വരുന്നത്. നമുക്കിനി ബെഡ്റൂമിലെ കാഴ്ചകൾ കണ്ടുവരാം. ഫസ്റ്റ് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ 160/80 സൈസിലുള്ള വെട്രിഫൈഡ് ടൈലാണ് നൽകിയിരിക്കുന്നത്. അപ്പോക്സി അവൈലബിൾ ആണ്. 13x11 ഈ ബെഡ്റൂമിന്റെ സൈസ് വരുന്നത്. നമുക്ക് ഈ രണ്ട് വാളിൽ രണ്ട് വിൻഡോ നൽകിയിട്ടുണ്ട്. ബ്ലൈൻഡ്സും അവൈലബിൾ ആണ്. ഇവിടെ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള സീലിംഗ് വർക്ക് നൽകിയിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് നമുക്ക് വാർഡ്രോബ് നൽകിയിരിക്കുന്നത്. വലിയൊരു വാർഡ്രോബാണ് നൽകിയിട്ടുള്ളത്. അതിനോട് ചേർന്ന് തന്നെ നമുക്കൊരു മിറർ യൂണിറ്റ് നൽകിയിട്ടുണ്ട്. ഈ ബെഡ്റൂം നമുക്ക് വാഷ്റൂം അറ്റാച്ച്ഡ് തന്നെയാണ് വരുന്നത്. നമുക്ക് ഇവിടെ ആയിട്ടൊരു ഈ ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പ്രൈവറ്റ് ബാൽക്കണിയും നൽകിയിട്ടുണ്ട്. നമുക്കിനി ഫസ്റ്റ് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിലെ കാഴ്ചകളുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ ഇവിടെയും നമുക്ക് 160/80 സൈസിലുള്ള വെട്രിഫൈഡ് ടൈൽ തന്നെയാണ് നൽകിയിരിക്കുന്നത്. 13x10 ആണ് ഈ ബെഡ്റൂമിന്റെ സൈസ് വരുന്നത്. നമുക്ക് ഇവിടെ ഈ രണ്ട് വാളിൽ രണ്ട് വിൻഡോ അവൈലബിൾ ആണ്. ഇവിടെ നമുക്ക് സീലിംഗ് വർക്ക് നൽകിയിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് നമുക്ക് വലിയൊരു വാർഡ്രോബ് നൽകിയിരിക്കുന്നത്. വുഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെ നമുക്കൊരു മിറർ യൂണിറ്റ് നൽകിയിട്ടുണ്ട്. നമുക്കിനി മൂന്നാമത്തെ ബെഡ്റൂമിലെ കാഴ്ചകളുണ്ട്. മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെയും 160/80 സൈസിലുള്ള വെട്രിഫൈഡ് ടൈൽ തന്നെയാണ് നൽകിയിരിക്കുന്നത്. 13x9 ഈ ബെഡ്റൂമിന്റെ സൈസ് വരുന്നത്. ഈ രണ്ട് വാളിൽ നമുക്ക് രണ്ട് വിൻഡോ അവൈലബിൾ ആണ്. സിമ്പിൾ ആയിട്ടുള്ള സീലിംഗ് വർക്ക് നൽകിയിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് നമുക്ക് 3 പാളി വാർഡ്രോബ് വരുന്നത്. അതിനോട് ചേർന്ന് തന്നെ നമുക്കൊരു മിറർ യൂണിറ്റ് വരുന്നുണ്ട്. നമുക്ക് ഈ ബെഡ്റൂമും വാഷ്റൂം അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് വരുന്നത്. വീടിന്റെ ഡീറ്റെയിൽസ് ഒന്നുകൂടെ പറയാം. 4 സെന്റിൽ 2000 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളുള്ള ഈ ഒരു കിടിലം വീടിന് ചോദിക്കുന്ന വില 98 ലക്ഷം രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. ഈ വീടിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും വീട് കാണുന്നതിനുമായി വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇതുപോലുള്ള പുതിയ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക്